ചാർട്ട് പേപ്പർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ സ്വന്തം വെഡ്ഡിങ് കാർഡ് അങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് ഇതാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഇത് 1000 പേജുള്ള കല്യാണം ചെയ്ത് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാലും എനിക്ക് കല്യാണക്കത്ത് മേക്ക് ചെയ്യാൻ തരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓർഡറുകൾ സ്വീകരിക്കുന്നതാണ്. ഹൈസ്, അപ്പോൾ നമ്മുടെ കല്യാണക്കത്ത് മേക്കിങ്ങിൻ്റെ 2ാമത്തെ പാർട്ടാണിത്. അപ്പോൾ നമുക്ക് ഇനി അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാർഡ് പ്രിൻ്റ് അടിക്കണം, കാർഡിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്യണം, പിന്നെ അല്ലറ ചില്ലറ പരിപാടികൾ വേറെ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കാർഡിലേക്ക് എത്തുമെന്ന് നമുക്ക് നോക്കി വെക്കാം. എന്തായാലും വീഡിയോ കണ്ടു നോക്കും. മുപ്പതെണ്ണം കൊള്ളാലോ. അതിലും 2 ഷെയ്ഡ് ഉണ്ടോ? ഇത് മാറ്റിക്കോ. ഈ 4 മാറ്റിയിട്ട് ബാക്കി സെറ്റാക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു ചാർട്ട് പേപ്പർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ വെഡ്ഡിങ് പരിപാടി കാര്യങ്ങളുടെ. സത്യം പറഞ്ഞാൽ നമുക്കൊരു 30 ഈ ഒരു പേപ്പർ വേണമായിരുന്നു. നമുക്കിപ്പോൾ ആകെ കിട്ടിയിട്ടുള്ളത് 12 പേപ്പറാണ്. അവരുടെ അടുത്ത് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇനി ഈ സാധനം സെറ്റ് ചെയ്ത് തരുമോയെന്ന് അറിയില്ല. എന്തായാലും ഇല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി നോക്കേണ്ടി വരും. ഒരു 250 എണ്ണം നമുക്ക് ഇത്രയും പേപ്പർ അടിക്കാണ്ട്. ഇതിപ്പോൾ എത്ര പേപ്പറുണ്ട്? 63. നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ടുള്ള കാർഡ് ഈ ഒരു ടൈപ്പിലാണ്. ഇത് 170 180 ആണ്. ഇത്രയും കട്ടി കുറവുള്ളതാണ് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഒരു 250 പീസോളം നമ്മൾ എടുത്തിട്ടുണ്ട്. പ്ലസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിലേക്ക് ഇത് രണ്ടും കൂടി ഈ ചാർട്ട് പേപ്പറും ഇതും കൂടി വരുന്ന രീതിയിലേക്കുള്ള ഒരു സാധനമാണ്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 നൈഫും ഒരു സ്കെയിലും പിന്നെ ഒരു കട്ടിങ് ഉള്ള ഒരു ബോർഡും വാങ്ങിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പം നിലം കേടേരി അല്ലെങ്കിൽ നമുക്ക് സ്ലിപ്പാകാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെയാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ കത്തിൻ്റെ ആദ്യത്തെ പരിപാടി നമുക്ക് ഈ ചാർട്ട് ഈ കറക്റ്റ് ഇതിലേക്കുള്ള നമ്മുടെ ഈ കല്യാണക്കത്തിൻ്റെ അളവിലേക്കുള്ളതിൽ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കത്ത് ഏകദേശം ഒരു 22 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ചാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ചാർട്ട് കട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്. അതങ്ങനെ വെച്ചോളി, അത് കുഴപ്പമില്ലേ. കറക്റ്റായിട്ട് കട്ട് ചെയ്യുക എന്നുള്ളത് കട്ട് ചെയ്യാൻ അറിയാത്തതുകൊണ്ടൊരു ചലഞ്ചിങ് ആണ്. പക്ഷെ നമ്മൾ നമ്മുടെ മാക്സിമം ഇതിൽ നോക്കും. അങ്ങനെ സക്സസ്ഫുള്ളി ഫസ്റ്റത്തെ സാധനം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ഇളവ് കിട്ടും. നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് റെഡ് കളർ കിട്ടാനില്ല എന്നുള്ളതാണ് ചലഞ്ച്. പിന്നെ നമ്മളിത് സ്വന്തം കല്യാണത്തിൻ്റെ അകത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചലഞ്ച് വേറെ ഉണ്ട്. കാരണം നമുക്ക് ഈ പരിപാടിയും കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നതും കുറിക്കുന്നതും വെട്ടുന്നതൊക്കെ ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു പോരായ്മകളും ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കും, അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാലും എനിക്ക് കല്യാണക്കത്ത് മേക്ക് ചെയ്യാൻ തരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓർഡറുകൾ സ്വീകരിക്കുന്നതാണ്. സുസ്വാഗതം.
അത് പാഷനാണ്. ഏ ഇതുണ്ടോ ആരെ പേരാ? ആദ്യം ആരുടെ പേരാ? പേരാ അമ്മയുടെ പേര്. അതേ അമ്മയുടെ പേരാണേ. അത് ആദ്യം അടിച്ചത് എന്റെ പേരാണല്ലോ. അയ്യോ അതിന് അവള് നിർബന്ധം കാരണം കൊണ്ടാണ് അവൾ ആദ്യം പേരിടുന്നത്. അത് ഞാൻ കനം കുറച്ചാണേ. എന്താ അമ്മൂട്ടിയെ? അമ്മൂട്ടി മെയിൻ വീഡിയോഗ്രാഫറാണ്. അതെ നമുക്കും വേണ്ട ഇങ്ങനെ ഒന്ന് എന്ത് ആയുധം വെച്ചിട്ടുള്ള കളിയാണ്. ചുമ്മാ ആയുധം വെച്ചിട്ടുള്ള കളിയാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ കയ്യും കാലും കൂടിയിട്ട് അങ്ങനെ നമ്മള് ഓൺ ഗോയിങ് ആണ് പരിപാടി. ഇതിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ കാടിലേക്ക് ഇത് ഒട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാണ്. ഫെവിക്കോളായിട്ട് നമ്മൾ ജസ്റ്റ് അല്ല അത്യാവശ്യം രീതിയിൽ തന്നെ ഒട്ടുന്ന രീതിയിലേക്ക് സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. 90% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഈ നാട അല്ലെങ്കിൽ റിബൺ ഇതിലേക്ക് കിട്ടുക എന്നുള്ളതാണ്. ഈ വെഡ്ഡിങ് കാർഡിൻ്റെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോഴത്തെ ഉദയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു റിബൺ കെട്ടാൻ അറിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം യൂട്യൂബൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് ഏകദേശം പഠിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ നമ്മളിനി ഇതിപ്പോൾ ഡെയിലി നമ്മൾ വീട്ടിലിരുന്ന് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുക. നമുക്കൊരു 250 എണ്ണം മിനിമം വേണം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഡെയിലി വീട്ടിലിരുന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നടക്കുള്ളൂ. അപ്പോൾ നമ്മളിന്ന് അത്യാവശ്യം കാർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് കാർഡിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നമുക്കിതിനെ പറ്റിയിട്ട് വലിയ പിടുത്തമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ലുക്ക് ഇങ്ങനെ. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ സ്വന്തം വെഡ്ഡിങ് കാർഡ് അങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് പ്രിൻറ്റിങ് കഴിഞ്ഞ് അങ്ങനെ ടോട്ടൽ പരിപാടിയും തീർത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. സോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ബൈ.